കുറിച്ചിട്ട് ഞാനല്ല കൂടുതൽ പറയേണ്ടതൊക്കെ കണ്ടവരാണ് പറയേണ്ടത്. പക്ഷേ എനിക്കിഷ്ടമായി പടം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശിവകുമാർ കാങ്കോൽ ആണ് അതിൻ്റെ തിരക്കഥ, സംഭാഷണം, ഡയറക്ഷൻ. ഇത് ഫസ്റ്റ് ടൈം എൻ്റെ അടുത്ത് വന്ന് ഈ കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടമായി. നല്ല പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒന്ന്. രണ്ടാമത് പുതിയൊരു കണ്ടൻറ്റാണ്. ഇങ്ങനെ സിനിമയിൽ വരാത്ത ടൈപ്പ് ഒരു സംഭവമാണ്. ആ ക്യാരക്ടർ വന്നിട്ടുണ്ട്, പക്ഷെ പല രീതിയിലും വന്നിട്ടുണ്ട് പണ്ട്. പക്ഷേ ഇത് നല്ല രസമായിട്ട് പെർഫോം ചെയ്യാനും ഒരുപാട് സിറ്റുവേഷൻസും ഒക്കെ ഉള്ള, പിന്നെ നമ്മൾ പറയാത്ത കുറേ ആൾക്കാരുടെ കഥകളും ഇതിനകത്ത് പറയുന്നുണ്ട്. മലയാള സിനിമയിൽ പറയാത്ത കുറേ ഒരു ഇൻട്രസ്റ്റിംഗ് മൂവിയാണ്. പിന്നെ ക്ലൈമാക്സൊക്കെ നല്ല ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വളരെ ഡിഫറെൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. റീ റെക്കോർഡിങ്ങും മ്യൂസിക്കും നന്നായിട്ടുണ്ട്. പിന്നെ എഡിറ്റിങ്ങും വളരെ വളരെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ സിംഗ് സൗണ്ടാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഈ എന്താ പറയുക ഇവിടുത്തെ സ്ലാങ് തന്നെ, ഈ പയ്യന്നൂരത്തെ സ്ലാങ് തന്നെ ശരിക്ക് സത്യൻ ഒക്കെയാണ് അസോസിയേറ്റ് ആയിരുന്ന സത്യൻ, ചീഫ് അസോസിയേറ്റ് ആയിരുന്നു സത്യനേശനാണ് എനിക്ക് കൂടുതൽ ആ സ്ലാങ് എന്നെ പഠിപ്പിച്ചത്. അതൊക്കെ വളരെ നന്നായി എന്ന് എല്ലാവരും പറയാവുന്നത് വളരെ സന്തോഷമുണ്ട്. ഇപ്പം ഞാനല്ല ഇതിനെക്കുറിച്ച് പറയേണ്ടത്, ഇത് കണ്ടവരാണ് പറയേണ്ടത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. എന്തായാലും ശിവകുമാർ വളരെ നല്ല, നമുക്ക് എന്താ പറയുക, വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഡയറക്ടറാണ്. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഓഡിയൻസിൻ്റെ കൂടി ഇരുന്നാണ് കണ്ടത്, അവിടെ നടുക്കിരുന്നാണ് കണ്ടത്. അവരൊക്കെ ഇൻ്റർവ്യൂവിലൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ കഴിഞ്ഞിറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു ക്ലൈമാക്സ് വളരെ രസമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ. പുതിയതിപ്പോൾ അന്തർ ദ മാൻ, അത് ഇതിനു മുമ്പ് ഇറങ്ങിയത് കടകൻ എന്ന് പറഞ്ഞ ഒരു സിനിമയായിരുന്നു. കടകനിൽ നല്ല ഗംഭീര ക്യാരക്ടറായിരുന്നു. അതിന് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഇനി ഇറങ്ങാനുണ്ട്, 3-4 സിനിമകൾ ഇറങ്ങാനുണ്ട്. ഒരു 3-5 സിനിമ ഞാൻ അഭിനയിക്കാനുണ്ട്. എല്ലാം ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് നോക്കിയിട്ടാണ് ഇനി ചെയ്യുന്നത്. പിന്നെ ഓടുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഇതൊന്നുമല്ല, അത് ഓരോരുത്തർ ഇഷ്ടപ്പെടുന്ന പോലെ ഇരിക്കും. നമുക്ക് അവിടെ ഉള്ളിലേക്ക് മാറി ഇതുപോലത്തെ ലൊക്കേഷൻ കിട്ടും. പക്ഷേ ഇവിടെ എന്താണെന്നാൽ നമ്മൾ ഒരു സിനിമ കാണാൻ നേരത്തൊക്കെ എപ്പോഴും കണ്ട ഫ്രെയിമുകൾ കണ്ട് ആൾക്കാർ മടുക്കും. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ കാണാത്ത കുറേ ഫ്രെയിമും കുറേ ലൊക്കേഷനും ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് ലൊക്കേഷനുണ്ട് ഇവിടെ. അതുമാത്രമല്ല, ഒരുപാട് നല്ല നല്ല കലാകാരന്മാരുണ്ട് ഇവിടെ, ഡ്രാമ ആർട്ടിസ്റ്റുകൾ. അവരൊക്കെ ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. അവരൊക്കെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇപ്പോൾ സിനിമയിൽ ചെയ്തു കഴിഞ്ഞു. നല്ല മനോജൊക്കെ അങ്ങനെ ചെറിയ വേഷങ്ങൾ ചെയ്ത് വന്നപ്പോൾ മനോജൊക്കെ ഭയങ്കര തിരക്കുള്ള ആർട്ടിസ്റ്റ്, അങ്ങനെ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് സിനിമകൾ വരാൻ കാരണം. കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ സിനിമയുടെ ഒരു കേന്ദ്രം ഒരു ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമായിട്ട് ഇത് പയ്യന്നൂർ മാറും. തീർച്ചയാണ്, കണ്ണൂരും പയ്യന്നൂരൊക്കെ മാറാൻ തീർച്ചയായും. ഒരുപാട് ടെക്നീഷ്യന്മാരെ കുറിച്ച് നമുക്ക് ഒന്നും പറയാനില്ല, കാരണം അവരൊക്കെ വളരെ ഗംഭീര ടെക്നീഷ്യന്മാരാണ്. അവർ ശരിക്കും സ്റ്റഡി ചെയ്യുന്നുണ്ട്. അവർ ഒരു ഏതെങ്കിലും ഒരു പടം അസിസ്റ്റ് ചെയ്തിട്ട് വന്ന് ഒരു പടം ചെയ്യുന്ന ആൾക്കാരല്ല. അവർ റെഫർ ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് സിനിമകൾ റെഫർ ചെയ്യുന്നുണ്ട്. എല്ലാ ഭാഷകളും എല്ലാ സിനിമകളും കാണുന്നുണ്ട്. അത് കണ്ടിട്ട് അത് ശരിക്കും സ്റ്റഡി ചെയ്തിട്ടാണ് അവരൊരു പടത്തിന് അസിസ്റ്റൻ്റായിട്ട് വരുന്നതും പിന്നെ ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്നതും. എല്ലാ ടെക്നീഷ്യന്മാരും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല പരിശീലനം നേടിയിട്ട് തന്നെ എല്ലാവരും വരുന്നത്. അത് സിനിമകൾ കാണുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ടെക്നിക്കൽ സൈഡും പഠിക്കണം. അത് കുറേ പേര് വരുന്നുണ്ട്. അങ്ങനെ പുതിയ കോമഡി വ്യത്യസ്തമായിട്ട് സീരിയസ് എന്നൊക്കെ നേരത്തെ ചെയ്തതാണ്. അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പക്ഷേ നമുക്ക് കോമഡി ചെയ്യണമെന്ന് ഇപ്പോൾ ഭയങ്കര ആഗ്രഹമുണ്ട്. കുറേ സബ്ജക്റ്റുകൾ എനിക്ക് കോമഡി കഥകളുടെ അടുത്തൊന്ന് പറഞ്ഞു, പക്ഷെ അതൊന്നും എനിക്ക് അത്ര തൃപ്തിയായില്ല. ഇനി ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ ടൈപ്പ് ചെയ്യണം. ചെയ്തു പോയിട്ടുള്ള ഒരു വേഷം ചെയ്താൽ ശരിയല്ലല്ലേ. എന്നാലും പണ്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലിരിക്കുന്ന ഒരു ക്യാരക്ടർ തിരിച്ചു വന്നേക്കാം ഒരു സിനിമ. എന്താ ഞാനിപ്പോൾ പറയുന്നത്. പ്രതീക്ഷിക്കാം അടുത്തൊരു കോമഡി.